കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിന് ഒരു ബൈക്ക് തടസ്സം നിന്നതായി പരാതി. നിരന്തരം ഹോൺ അടിച്ചിട്ടും സൈറൺ മുഴക്കിയിട്ടും ബൈക്ക് യാത്രക്കാരൻ വഴി കൊടുത്തില്ലെന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. നിങ്ങൾക്ക് ആ ദൃശ്യം കാണാം. 22 കിലോമീറ്റർ അധികം ദൂരമാണ് ഈ ബൈക്ക് തടസ്സമുണ്ടാക്കിയത്. സമീർ സിംഗ് മുഹമ്മദ് കോഴിക്കോട് നിന്നും ചേരുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ഇതാരാണ് ഈ ബൈക്കിൻ്റെ ഉടമസ്ഥൻ? ഈ ഡ്രൈവ് ചെയ്ത ആളാരാണ്? ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറിയ ആളിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചോ? ഗുഡ് മോർണിംഗ് SKN. വളരെയേറെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ബൈക്ക് യാത്രികൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആംബുലൻസ് വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുകയായിരുന്നു. ഇതിനിടയിൽ മേപ്പാടിയിൽ വെച്ചാണ് ഈ ബൈക്ക് ഈ ആംബുലൻസിന് മുന്നിൽ കയറിയത്. തുടർന്ന് 22 കിലോമീറ്ററോളം ദൂരം ഈ ആംബുലൻസിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഈ വ്യക്തി വാഹനം ഓടിച്ചു എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർ തീരുമാനിച്ചിരിക്കുന്നത്. KL 11 BP 5298 എന്നുള്ള ബൈക്ക് യാത്രക്കാരനാണ് ഈ വിധത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്പർ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. പോലീസിലും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലും പരാതി നൽകാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട 2 ആംബുലൻസുകൾ വഴിയിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് 2 പേരുടെ മരണത്തിനിടയാക്കിയ സാഹചര്യം നമുക്കറിയാം. അത്ര വലിയ ഒരു സംഭവം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളും വലിയ രീതിയിലുള്ള നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇതിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. രോഗിയെ 1 മണിക്കൂറിലേറെ വൈകിയാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുകയുമാണ്. എന്തായാലും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും കൈകാര്യം ചെയ്യുക. ഈ വ്യക്തിക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാഹനം ഇപ്പോൾ അതിൻ്റെ നമ്പർ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കോഴിക്കോട് RTOക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വാഹനം ഓടിച്ച ആളെ വൈകാതെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. SKN. മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് തന്നെ ഇയാൾ ആരെന്ന് കണ്ടെത്തുകയും കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരം അഹങ്കാരങ്ങളൊന്നും പൊതുനിരത്തിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. 22 കിലോമീറ്റർ ഒരു ആംബുലൻസിന് തടസ്സം നിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇയാൾ ഒരു കാരുണ്യവും അർഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമം അതിൻ്റെ കർക്കശമായ വഴികളിലൂടെ സഞ്ചരിക്കണം എന്നാണ് 24-ന് പറയാനുള്ളത്. പത്മകുമാർ മന്ത്രി രാജൻ്റെ വാർത്താസമ്മേളനം കഴിഞ്ഞിട്ട് പറയുകയാണ്, തള്ളിനൊരു കുറവുമില്ല, സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഞാനും തമ്പുരാനും കൂടി പുലിയെ പിടിച്ചു എന്ന് പറയുകയാണ്. ഇനി പണം കിട്ടണം പൂട്ടടിക്കാൻ എന്നും നമ്മൾക്ക് പറയാൻ കഴിയില്ല. അതുപോലെ ഷെമി പറയുക, ഷെമി ഒരു ഉപദേശം നൽകുന്നു. ന്യൂ ഇയർ ആഘോഷിക്കുന്നവർ ദയവായി മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നത് 24-നും എല്ലാ സുഹൃത്തുക്കൾക്കും പുതുവത്സര ആശംസകൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പുതുവത്സര ആഘോഷമൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണി കഴിയുമ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ലഹരി പതയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മദ്യപിച്ച് ഒരിക്കലും വണ്ടി ഓടിക്കരുത്. എതിരെ വണ്ടികൾ വരും, നിരപരാധികൾ വരും, യാത്രക്കാർ കാണും, വഴിയിലൊക്കെ ജനങ്ങളുണ്ടാകും. അവരുടെ ജീവന് നമ്മൾ ഭീഷണി ഉണ്ടാക്കരുത്.